അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നാം നമ്മുടെ അദബിൻ്റെ ക്ലാസ്സിലാണുള്ളത്. എല്ലാ ആളുകളും കൃത്യമായി ക്ലാസ് വീക്ഷിക്കുകയും അത് ശ്രദ്ധിക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യുക എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എല്ലാവരും കിതാബെടുത്തുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ജസാ ഉൽ വാലിദൈനി എന്ന പാഠത്തിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. വകൈഫ നശഅ മൂസ ഫീ ഖസ്രി ഫിർഔന വസമിഅതു ഖിസ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിസ്സത ഹലീമത സഅദിയ്യത റളിയല്ലാഹു അൻഹാ വഖിസസൻ ജമീലതൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞു, എൻ്റെ ഉമ്മ രാത്രി സമയങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുകയും ചെയ്യും. അങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ചും മുഹമ്മദ് നബീനെക്കുറിച്ചും ഇബ്രാഹിം നബീനെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വകൈഫ, അതുപോലെ ഞാൻ മനസ്സിലാക്കി വകൈഫ നശഅ മൂസ, എങ്ങനെയാണ് മൂസ നബി വളർന്നത്. കൈഫ, എങ്ങനെയാണ് നശഅ വളർന്നത്, മൂസ നബി വളർന്നത്. ഫീ ഖസ്രി ഫിർഔന, ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണ് മൂസ നബി വളർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. വസമിഅതു, ഞാൻ കേട്ടു. ഖിസ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളും ഞാൻ കേട്ടു. വഖിസ്സത ഹലീമത സഅദിയ, സഅദി ഗോത്രക്കാരി. സഅദിയത്ത് പറഞ്ഞത് ഗോത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ അറബി ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമാണത്. അപ്പോൾ സഅദി ഗോത്രക്കാരിയായ ഹലീമ എന്ന നബിയുടെ വളർത്തുമ്മല, നബിക്ക് മുല കൊടുത്തുമ്മ ഹലീമ ബീവിയുടെ ചരിത്രവും ഞാൻ കേട്ടു. വഖിസസൻ ജമീലതൻ, മറ്റുള്ള ഒരുപാട് കഥകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വഹഫിൽതു ആയത്തുൽ ഖുർസിയ്യത്തി വൽ ആയാത്തിൽ അഖീറത്തി മിൻ സൂറത്തിൽ ബഖറത്തി വഅദിയതൻ കസീറ. വഹഫിൽതു, ഞാൻ മനപ്പാടമാക്കി, ഞാൻ ബൈഹാർട്ട് ചെയ്തു നർത്ഥം. ആയത്തുൽ ഖുർസിയ്യത്തി, ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന അല്ലേ ആയത്തുൽ കുർസി ഞാൻ മനപ്പാടമാക്കിയത് ഉമ്മ ഇതുപോലെ രാത്രികളിൽ ചൊല്ലിത്തന്നിട്ടാണ്. വൽ ആയാത്തിൽ അഖീറത്തി മിൻ സൂറത്തിൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തുകൾ, ആമന റസൂലു അല്ലേ, അതൊക്കെ ഞാൻ മനപ്പാടമാക്കിയത് ഉമ്മയുടെ മടിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ കഥകളിൽ നിന്നാണ്. വഅദിയതൻ കസീറത്തൻ, അതല്ലാത്ത ഒരുപാട് ദുആകളും. അദിയത്ത് ദുആഇൻ്റെ ജമ്മാണ് അദിയത്ത്. അപ്പോൾ അദിയതൻ കസീറത്തൻ, മറ്റുള്ള ഒരുപാട് ദുആകളും ഞാൻ മനപ്പാടമാക്കി. ഫകുന്തു ആലിമൽ അത്ഫാലി വകാന അബി യുഹിബ്ബുനി കസീറ. ഫകുന്തു, ഞാനായിരുന്നു ആലിമൽ അത്ഫാലി, കുട്ടികളിലെ ഒരു വലിയ അറിവുള്ള ആളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചതുകൊണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നെ മദ്രസയിലേക്കും സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ആ ടൈമിൽ തന്നെ എനിക്കിത്തരത്തിലുള്ള അറിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടികളിലെ വലിയ ഒരു അറിവുള്ള ആളായിരുന്നു. വകുന്തു, ഞാനായിരുന്നു ആലിം. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾ. അൽ അത്ഫാൽ, കുട്ടികളിൽ. തിഫിലിൻ്റെ ജമ്മാണ് അത്ഫാൽ. അപ്പോൾ കുട്ടികളിലെ വലിയ അറിവുള്ള ഒരാളായിരുന്നു ഞാൻ. വക്കാന അബി, എൻ്റെ ഉപ്പയായിരുന്നു. യുഹിബ്ബുനി, എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. കസീറൻ, ഒരുപാട്. വകുന്തു അസ്ഗറ ഇഖ്വതി അബീതു മഅഹു വആകുലു മഅഹു. വകുന്തു, ഞാനായിരുന്നു. അസ്ഗറ ഇഖ്വതി, എൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ ആൾ. ഒരുപാട് മക്കളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ആൾ എന്നാണ് അറബിയിൽ അസ്ഗറ ഇഖ്വതി എന്ന് പറഞ്ഞാൽ. എൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അബീത്തു, ഞാൻ രാത്രിയിൽ താമസിക്കുക, രാപ്പാർക്കുക, മഅഹു, ഉപ്പയുടെ കൂടെയാണ്. വആകുലു, ഞാൻ ഭക്ഷണം കഴിക്കുന്നതും മഅഹു, ആ ഉപ്പയുടെ കൂടെയാണ്. വഇദാ ജാഅ മിൻ സഫരിൻ ഇഷ്തറാ ലി ഹദിയതൻ ജമീലതൻ. വഇദാ ജാഅ, വാപ്പ വന്നാൽ, മിൻ സഫരിൻ, യാത്ര കഴിഞ്ഞു വന്നാൽ, ഒരു യാത്രയിൽ നിന്നും വന്നാൽ, ഇഷ്തറാ ലി, എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരും, ഹദിയതൻ ജമീലതൻ, നല്ല ഭംഗിയുള്ള സമ്മാനങ്ങൾ.
ഹദിയത്ത് പറഞ്ഞാൽ സമ്മാനങ്ങൾ അല്ലേ, സമ്മാനം. അതിന് ജമ്മ് ഹദായ, ഹദിയത്തിന് ജമ്മ് ഹദായ. ഒരുപാട് ഭംഗിയുള്ള സമ്മാനം ഉപ്പ ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വരും. വക്കാനന്നാസു യുഹിബ്ബൂനനി വയുഖദ്രിബൂന ഇലൈഹിം ലിമക്കാനി മിൻ അബി. വക്കാനന്നാസു ജനങ്ങളായിരുന്നു, യുഹിബ്ബൂനനി അവരെന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, വയുഖദ്രിബൂന എന്നെ അവർ അടുപ്പിച്ചു, ഇലൈഹിം അവരിലേക്ക്, അവരെന്നെ അവരെ കൂട്ടത്തിലേക്ക് അടുപ്പിക്കും. കാരണം എന്താ? ലിമക്കാനി എൻ്റെ സ്ഥാനത്തിന് വേണ്ടി. മക്കാൻ സ്ഥാനം, മിൻ അബി എൻ്റെ ഉപ്പയിൽ നിന്നും എനിക്കുള്ള സ്ഥാനം. അപ്പോൾ എൻ്റെ ഉപ്പയുടെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഉപ്പയോട് എനിക്കുള്ള ആ സ്ഥാനം കൊണ്ട് അവരെന്നെ ഇഷ്ടപ്പെടുകയും എന്നെ അടുപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വഖദ് ഖറഅതു അല അബി ഐളൻ ഫഹുവലി അബു മുഅല്ലിമുൻ. ഫഖദ് ഖറഅതു അല അബി, ഞാൻ എൻ്റെ ഉപ്പാക്ക് അങ്ങോട്ട് വായിച്ചു കൊടുക്കും. പഠിക്കുമ്പോൾ 2-3 തരത്തിൽ പഠിക്കലുണ്ടല്ലേ, ചിലപ്പോൾ നിങ്ങളടുത്ത് വായിക്കാൻ പറയും, എന്നിട്ട് അർത്ഥം വെച്ച് തരും. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് അങ്ങോട്ട് വായിച്ചു കൊടുക്കും. അപ്പോൾ ഉപ്പ എനിക്ക് എന്ത് ചെയ്യും? പലതും പഠിപ്പിച്ചു വരും. ഐലൻ വഹുവലി, ആ വാപ്പ എനിക്ക് അബുൻ മുഅല്ലിമുൻ, ഒരു അധ്യാപകനായ പിതാവാണ്. അബുൻ മുഅല്ലിമുൻ, ഒരു അധ്യാപകനായ പിതാവ് കൂടിയാണ് എനിക്ക് എൻ്റെ വാപ്പ. വക്കാന യൂസി ഉമ്മി അൻ തക്സുവനി യൗമൽ ഈദി ലിബാസൻ ജദീദ. വക്കാന എൻ്റെ വാപ്പയായിരുന്നു, യൂസി ഉപദേശിക്കുമായിരുന്നു. ഔസയുസി, യൂസി എന്ന് പറഞ്ഞാൽ ഔസയുസി ഉപദേശിക്കുക. അപ്പം എൻ്റെ ഉപ്പ ഉപദേശിക്കുമായിരുന്നു ഉമ്മി എൻ്റെ ഉമ്മയെ. എന്തിന്? അൻ തക്സുവനി എനിക്ക് ധരിപ്പിച്ചു തരാൻ, എനിക്ക് ധരിപ്പിക്കുക. കസായക്സു എന്നാൽ വസ്ത്രം ധരിപ്പിക്കുക. യൗമുൽ ഈദി എന്ന് പെരുന്നാൾ ദിവസം, ലിബാസൻ ജദീദൻ പുതിയ വസ്ത്രം. ലിബാസ് ഞമ്മ അൽബാസ് അല്ലേ, ലിബാസിന് ഞമ്മ അൽബാസ്, ജദീദിന് ഞമ്മ ജുദദ്, ജദീദിന് ഞമ്മ ജുദദ്. അപ്പോൾ പെരുന്നാൾ ദിവസം നല്ല പുതിയ വസ്ത്രങ്ങൾ എനിക്ക് ധരിപ്പിക്കണം എന്ന് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയോട് ഉപദേശിക്കുമായിരുന്നു. ഇതാ മരിയൽത്തു, ഞാനെങ്ങാനും രോഗിയായാൽ, ഔ സഖത്തു മിൻ മക്കാനിൻ, വല്ല സ്ഥലത്തും ഞാൻ വീണാൽ, സഖത്തു ഞാൻ വീണാൽ, മിൻ മക്കാനിൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ വീണാൽ, ഔ അസ്വാബനി അല്ലെങ്കിൽ എനിക്ക് പറ്റിയാൽ, ദററും വല്ല ബുദ്ധിമുട്ടും വന്നാൽ, അസ്വാബ എത്തിയാൽ എന്നർത്ഥം, അസ്വാബനി എനിക്ക് എത്തിയാൽ, ലററുൻ വല്ല ബുദ്ധിമുട്ടും, ഔ അലമുൻ അല്ലെങ്കിൽ വല്ല വേദനയും, ലറർ അല്ലേ, അലമ് വേദന, ജമ് ആലാം, അലമിൻ ജമ് ആലാം. വജാ ഉൽ ഖബറു, അങ്ങനെ വജാ വാപ്പാക്കെത്തിയാൽ അൽ ഖബറു ഈ വിഷയം, ഈ ഒരു വാർത്ത, ഖബർ വാർത്ത, ഖബറും ജമ്മ് അഖ്ബാർ, ഖബറിൻ്റെ ജമ്മ് അഖ്ബാർ വാർത്തകൾ. വജാ, അപ്പോൾ ഞാൻ രോഗിയായി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് വീണുപോയി അല്ലെങ്കിൽ എനിക്ക് വല്ല ബുദ്ധിമുട്ടോ പ്രയാസമോ എത്തി, എന്നിട്ട് ഈ വിവരം ആർക്ക് കിട്ടിയാൽ? വാപ്പാക്ക് കിട്ടിയാൽ എന്നർത്ഥം. വജാ അഹു അദ്ദേഹത്തിനടുക്കൽ ചെന്നാൽ, ഹൽ ഖബറു വാർത്ത കിട്ടിയാൽ, ത്വാറനോമുഹു വാപ്പയുടെ ഉറക്ക് പാറിപ്പോവും, പിന്നെ ഉറക്കുണ്ടാവില്ല എന്നർത്ഥം. വസഹിറല്ലയിലെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കും, ഹമ്മൻ മനപ്രയാസത്തിനാൽ, ഹമ്മിൻ ജമ്മ് ഹുമൂം, ഹമ്മിൻ ജമ്മ് ഹുമൂം. വഹുസ്നൻ ദുഃഖത്തിനാലും, ഹുസ്നുൻ ജമ്മ് ഹസാൻ, ഹുസ്നുൻ ജമ്മ് അഹ്സാൻ. അപ്പോൾ ത്വാറനോമുഹു വാപ്പയുടെ ഉറക്ക് പാറിപ്പോവും, പിന്നെ ഉറക്കുണ്ടാവില്ല, ഉറക്ക് പോയി എന്നർത്ഥം. വസഹിറ ഉറക്കമൊഴിക്കും, അല്ലയില രാത്രിയിൽ, ഹമ്മൻ മനപ്രയാസത്തിനാലും, ഹുസ്നൻ ദുഃഖത്തിനാലും. അപ്പോൾ ഇതാണിപ്പോൾ നേരത്തെ ആദ്യം ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വാപ്പയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. കൈഫ, എന്നിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, കൈഫ എങ്ങനെയാണ്, ഉജാസി ഞാൻ പ്രതിഫലം നൽകുക, ആദിഹിൻ നിഅമ, നിഅമ ഈ അനുഗ്രഹങ്ങൾക്ക്. നിഅമത്തിൻ്റെ ജമ്മാണ് നിഅം, നിഅമ, നൂന് കസ്റ് ഐന് ഫത്ത്, നിഅം, അത് നിഅമത്ത്, നിഅമത്ത് എന്നതിൻ്റെ ജമ്മാണ് നിഅം കേട്ടോ. അപ്പോൾ കൈഫ യുജാസി ഞാൻ എങ്ങനെ തിരിച്ച് പ്രതിഫലം കൊടുക്കും, ആദിഹിൻ നിഅമ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെയാണ് കടം വീട്ടുക എന്നർത്ഥം. ഹൽ യുംകിനു സാധ്യമാകുമോ, അൻ ഉജാസിയഹുമ, അൻ ഉജാസിയ ഞാൻ പ്രതിഫലം കൊടുക്കൽ, ഞാൻ പകരം വീട്ടൽ, ഞാൻ കടം വീട്ടൽ, ഹുമ ആ മാതാപിതാക്കൾക്ക്, ബിമാലിൻ മുതലുകൊണ്ട് ഇതിന് പകരം ചെയ്യാൻ എനിക്ക് കഴിയുമോ? ഖല്ല ഒരിക്കലുമില്ല. ഫഅന അപ്പോൾ ഞാനും, വമാലി എൻ്റെ മുതലും, ലിവാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കുള്ളതാണ്, ഞാനും എൻ്റെ മുതലൊക്കെ എൻ്റെ മാതാപിതാക്കൾക്കാണ്. നിഅമതെ അന ഞാൻ, അഖ്ദിമുഹുമ ആ മാതാപിതാക്കൾക്ക് ഞാൻ സേവനം ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ പണിയെടുക്കും, ബിൽ മാലി എൻ്റെ മുതൽ കൊണ്ടും, വൽ ബദനി ശരീരം കൊണ്ടും. മാല് അല്ലേ, മുതൽ ജമ്മ് അംവാൽ അറിയാലോ, ബദന് ജമ്മ് അബ്ദാൻ ശരീരം, ശരീരങ്ങൾ അബ്ദാൻ. അപ്പോൾ
ഞാൻ എന്ത് ചെയ്യും, ശരീരം കൊണ്ടും മുതലുകൊണ്ടും അവർക്ക് ഞാൻ സേവനം ചെയ്യും. ബൽ എന്നല്ല, അസിലു അസ്ദിഖഅഹുമ വ അഖാരിബഹുമ ബിൽ ബിർരി വൽ മഅറൂഫ് എന്ന് മാത്രമല്ല, അസിലു ഞാൻ എത്തിക്കും, അസ്ദിഖഅഹുമ ആ മാതാപിതാക്കളുടെ കൂട്ടുകാർക്കും, സ്വദീഖിനും അസ്ദിഖ, അഖാരിബഹുമ അവരുടെ കുടുംബക്കാർക്കും, ബിൽ ബിർരി നന്മ കൊണ്ടും, വൽ മഅറൂഫ് ഗുണം കൊണ്ടും ഞാൻ അവർക്ക് നല്ലത് എത്തിക്കും. വലാക്കിന്നി എന്ന് മാത്രമല്ല, വലാക്കിന്നി എങ്കിലും ഞാൻ സഅദൂലഹുമ അവർക്ക് രണ്ടാക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. വ അഖൂലു ഞാൻ പറയും, ദായിമൻ എപ്പോഴും, ഫി ദുആയി എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറയും, റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബി റഹംഹുമ റബ്ബെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ, കമാ റബ്ബയാനി സ്വഗീറാ അവർ രണ്ടാളും എനിക്ക് എൻ്റെ ചെറുപ്പപ്രായത്തിൽ അവരെന്നെ കരുണയോടുകൂടി വളർത്തിയതുപോലെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഞാൻ നിത്യം ദുആ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട ദുആയാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും പതിവാക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.